ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ദിസ് ഇസ് തെരുതിന ഹിയർ. ഞാൻ ജീൻസിൻ്റെ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ അതിലിട്ടുന്ന ടോപ്പുകളെ കുറിച്ച് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഹോൾ പോലെ ചെയ്യുകയാണ്. ഒരു 6 to 7 ടോപ്സ് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാവുന്ന ഷർട്ട്, നല്ല ഡിഫറെൻറ്റ് സൈസസിലൊക്കെയുള്ള കുറച്ച് റിവ്യൂസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് മെയ്സ എന്നൊരു ബ്രാൻഡിൻ്റെ ഫ്രിൽഡ് നെക്ക് വരുന്ന ഒരു ബട്ടൺ ഡൗൺ ഷർട്ടാണ്. എൻ്റെ കൂടെ ഞാനൊരു വൈറ്റ് ജീൻസ് വെച്ചിട്ടാണ് പെയർ ചെയ്തത്. ഈ ജീൻസിൻ്റെ ലിങ്കും ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷർട്ട് ഒരു കോട്ടൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആണ്. സോ നോർമലി നിങ്ങൾ എക്സൽ ആണെങ്കിൽ ഇവിടെ എല്ല് മതിയാവും. അപ്പോൾ വൈറ്റ് കളർ ഞാൻ പാൻസ് പെയർ ചെയ്യാൻ കാരണം ഷർട്ട് നല്ല ലൂസാണ് ആൻഡ് ഓവറോൾ ആ വൈറ്റും കൂടെ വരുമ്പോൾ ഒരു വളരെ ഒരു ബ്രൈറ്റ് ആൻഡ് ഒരു ക്യൂട്ട് ലുക്കാണ്. ഇനി വൈറ്റ് ടൂ മച്ച് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെയോ ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയോ പെയർ ചെയ്യാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഷർട്ടിൻ്റെ ഫിറ്റ് നല്ലതാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന മിക്ക ഷർട്ടും ഇങ്ങനെ ഹൈ ലോ പാറ്റേൺ ആണ്, ബാക്കിൽ കുറച്ച് ബട്ട് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ. ഇതിൻ്റെ സ്ലീവ് കുറച്ചൊരു ബലൂൺ സ്ലീവ്, അത്ര ലൂസല്ല, ഏകദേശം അങ്ങനെയാണ്. മൊത്തത്തിൽ ഞാൻ വൈറ്റ് വെച്ചിട്ടാണ് ഇത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ലുക്ക് നെക്കിൻ്റെ ഭംഗി എടുത്ത് കാണുമെങ്കിൽ മുടി കെട്ടി വെക്കണം, പക്ഷേ മുടി അയച്ചിട്ടാലും ഇറ്റ് സ്റ്റിൽ വെരി ക്യൂട്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര ട്രാൻസ്പെറൻ്റ് അല്ല, നമ്മൾ ബ്ലാക്ക് ഇന്നേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ, ത്രൂ ഔട്ട് ദ ഡേ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ്. അപ്പം മൈസക്ക് ഇങ്ങനത്തെ കുറേ നല്ല ടൈഡായി ഫേബ്രിക്കിലൊക്കെ കുറേ ഷർട്ട്സും കഫ്റ്റൻസും ഒക്കെയാണ്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഫുട്വെയർ ആയിട്ട് ഞാൻ വാൻ ഹ്യൂസിൻ്റെ ഫ്ലാറ്റ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഷിഫ്ലി മെറ്റീരിയൽ വരുന്നത്, അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഇങ്ങനെ ഡ്രസ്സിലുള്ള പോലത്തെ മെറ്റീരിയൽ വരുന്ന റുഹാൻ എന്നൊരു ബ്രാൻഡിൻ്റെ ഷർട്ടാണ്. ഇതിൻ്റെ ആദ്യം ഞാൻ എൻ്റെ എക്സൽ വാങ്ങിയിട്ടു, അതെനിക്ക് വളരെ ലൂസായി തോന്നി. അങ്ങനെ ഞാൻ എല്ലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നോർമലി ഞാൻ എക്സലാണ് യൂസ് ചെയ്യാറ്. ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ, ഒരു പീച്ചിഷ് ഒരു കളർ. അകത്ത് ബ്ലാക്ക് ഇന്നേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഷിഫ്ലിയുടെ പ്രോബ്ലം ഒന്നുമില്ല. ബാഗായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലിനോ പെറോസ് എന്നൊരു ബ്രാൻഡിൻ്റെ, അതും ഒരു പീച്ച് കളറാണ്, ഒരു ന്യൂട്രൽ ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, എല്ലാത്തിൻ്റെ കൂടെ ഇടാവുന്ന ടൈപ്പ്. ഒരു ക്യൂട്ട് ബാഗാണ് അത് കാണാനായിട്ട്. ഫുട്വെയർ ഞാൻ എൻ്റെ ഹോളിൽ കാണിച്ചിരുന്നു, ഷീസോൺ എന്നൊരു ബ്രാൻഡിൻ്റെ ബെലീസ്, ഭയങ്കര ക്യൂട്ടാണ്. ഓവറോൾ ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പീച്ച് കളറും എല്ലാം കൂടെ വെരി ഫെമിനൈൻ ആൻഡ് വെരി ചാമിങ് കൈൻഡ് ഓഫ് ലുക്ക്. ആൻഡ് ഷിഫ്ലി ഷർട്ട്സ് യൂഷ്വലി ഇപ്പോൾ വെസ്റ്റ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ എക്സ്പെൻസീവ് ആണ്. ഇത് 799 ഉള്ളൂ, അത് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഷിഫ്ലി ടൈപ്പ് ഷർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. റുഹാൻസിൻ്റെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതൊരു പ്രോപ്പർ കുറച്ചും കൂടി ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ പോലെയാണ്. ഒരു ഹൈ ലോ ഷർട്ടും ഞാൻ ട്രൈ ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത, ത്രൂ ഔട്ട് ദ ഡേക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ കംഫർട്ടബിളായ ഫിറ്റാണ്. റുഹാൻസിൻ്റെ 2 ഷർട്ടിനെയും കൈ ഒരു ബലൂൺ സ്ലീവ് പോലെ കുറച്ച് ലൂസാണ്. അത് ആക്ച്വലി കംഫർട്ടബിളാണ്, കാരണം കൈക്ക് കുറച്ച് തടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കും. വൈറ്റ് ജീൻസ് ഓവറാണ് അല്ലെങ്കിൽ ടു ബ്രൈറ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ജീൻസിന് കൂടെ പെയർ ചെയ്യാം. ബ്ലൂ നന്നായിരിക്കില്ല, കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻ എപ്പോഴും ബ്ലാക്ക് ഓർ വൈറ്റ് ആയിരിക്കും മാച്ച്. ഞാനിവിടെ ആഡ്ബക്സ് എന്നൊരു ബ്രാൻഡിൻ്റെ സ്ട്രൈറ്റ് കട്ട് ബ്ലാക്ക് ജീൻസാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷർട്ട് കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആയതുകൊണ്ട് പാൻസ് ഒരു സ്ട്രൈറ്റ് കട്ടോ അല്ലെങ്കിൽ ഈവൻ സ്ലിം ഫിറ്റോ ആയാലും കുഴപ്പമില്ല. ഷർട്ട് വളരെ ടൈറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി ജീൻസ് കുറച്ച് ലൂസ് ഫിറ്റിംഗ്, അങ്ങനെയാണല്ലോ സ്റ്റൈലിംഗ് വരിക. വാൻ ഹ്യൂസിൻ്റെ ക്രീം ഫ്ലാറ്റ്സ് ആണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഒരു കാഷ്വൽ ലുക്കാണ്, ഓഫീസ് ഗോയിങ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഗ്ലോറി ബോയ്സ് എന്നൊരു ബ്രാൻഡ്, അവരുടെ 4 കളേഴ്സിലുണ്ട് കേട്ടോ ഈ ഷർട്ട്. ഒരു പിസ്ത ഗ്രീൻ, പിങ്ക്, വൈറ്റ്, പിന്നെ പേസ്റ്റൽ ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടമ്മിയൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ഒരുപാട് ലൂസല്ല. അതിപ്പം നമ്മൾ ഈ എംപയർ കട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും വേസ്റ്റിൻ്റെ അവിടെ, അതെനിക്കിഷ്ടമല്ല. ഇതെന്ന് പറഞ്ഞാൽ ബാക്കൊക്കെ കുറച്ച് ലൂസാണ്, എന്നാൽ ഓവറോൾ അത്യാവശ്യം ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ്. ഒരു പഫ് സ്ലീവ് പോലെയാണ്. അപ്പം മൊത്തത്തിൽ കുറച്ച് നമുക്ക് കൈക്കോ അല്ലെങ്കിൽ വേസ്റ്റൊക്കെ തടി കൂടുതലാണ് ദാൻ നോർമൽ എന്നുണ്ടെങ്കിലും കംഫർട്ടബിളായിട്ട് ഇടാവുന്നത്. ഞാനിപ്പോൾ ഇത് ഇട്ട് 2-3 വട്ടം വാഷ് ചെയ്തു. ഇതിന് കളർ ബ്ലീഡിങ്ങോ ചുരുങ്ങൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാൻ ഹ്യൂസിൻ്റെ ഒരു ഫ്ലാറ്റ്സാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത്. അതേ മാച്ചിങ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലാറ്റ്സാണ് കേട്ടോ ഇത്. വാൻ ഹ്യൂസിന് യൂഷ്വലി സൈസ് കറക്റ്റാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക്, ഞാൻ നോർമലി 8 ആണ്, ഞാനിവിടെ 7 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 വീതി കുറഞ്ഞ കാലാണെങ്കിൽ നിങ്ങൾക്ക് 6 മതിയാവും. ഈ ഒരു മോഡൽ മാത്രം വാൻ ഹ്യൂസിന് അങ്ങനെ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. ആഡ്ബക്സിൻ്റെ സ്ട്രൈറ്റ് കട്ട് ജീൻസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും അവിടെയുള്ള പലർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഭയങ്കര കാഷ്വൽ, വെരി ഈസി ബ്രീസി കൈൻഡ് ഓഫ് ലുക്ക്. ആൻഡ് എക്സാക്ട്ലി ദാറ്റ് ഇസ് ദ പോയിന്റ്. ടോപ്പിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള, അപ്പം അത്ര കുറച്ചൊരു നമ്മൾ ഫിഗർ കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫ്ലാറ്ററിങ് ആയിട്ടുള്ള ഒരു ഫിറ്റാണ്. പല കളേഴ്സിലും അവൈലബിൾ ആണ്, ബട്ട് ദിസ് ഇസ് എ ഗോർജിയസ് കളർ എനിവേ. സോ ഈ ഒരു ടോപ്പും ഈ ഒരു കോമ്പിനേഷൻ ഹോൾ ലുക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. അടുത്തത് മാക്സിൻ്റെ റഫിൾസ് ഉള്ളൊരു ഷർട്ടാണ്. ഒരു റയോൺ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ, മോസ്റ്റ്ലി റയോൺ, വെരി കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് ഇസ് സോ സ്റ്റൈലിഷ്. ഞാൻ എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഒരു ബൂട്ട് കട്ട് ജീൻസാണ്. ബ്ലാക്ക് ജീൻസിന് കൂടെ പെയർ ചെയ്താൽ മതി, നന്നായിരിക്കും. വേറെ ബ്ലൂവിനെക്കാട്ടിലും ബ്ലാക്ക് ആയിരിക്കും ഇതിന് മാച്ച്. ആക്ച്വലി ഇത് ഫുൾ സ്ലീവാണ്, ഫുൾ സ്ലീവായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, അത് ക്യൂട്ടായിരിക്കും. പക്ഷേ എനിക്കെന്തോ സ്ലീവ് മടക്കി വെച്ച് ഒരു 3/4 അല്ലെങ്കിൽ ഒരു ഹാഫ് സ്ലീവായിട്ട് വെക്കുന്നതാണ് എനിക്ക് ചേരുന്നതെന്ന് തോന്നി. കാരണം കൈ കുറച്ച് വിസിബിൾ ആയിരിക്കുന്നതാണ് എപ്പോഴും ഒരു സ്ട്രക്ചർ തരുന്നതെന്നാണ് എൻ്റെ ഫീലിംഗ്.
ഫുൾ സ്ലീവ് ഇഷ്ടമാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ, നോ പ്രോബ്ലം. എനിവേ ഈ ടോപ്പ് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇടാനായിട്ട്, കറക്റ്റ് സൈസാണ്. ആൻഡ് ആ ഫ്രിൽ പാറ്റേൺ കൂടെ വരുമ്പോൾ അവിടെ ഒരു ഫെമിനൈൻ ചാമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ക്ലാസിക് ചെക്സ് പാറ്റേൺ ആണ്. പിന്നെ വളരെ ഒപ്പേക്കാണ്, ഒരു വൈൻ കളറാണെങ്കിലും കുറച്ച് യൂണീക്കാണ്. ഓവറോൾ കുറച്ച് ക്യൂട്ട് ഷർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, റെഗുലർ ടോപ്സിൽ നിന്ന് മാറി വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ചെറുതായിട്ടൊരു ഹൈ ലോ പാറ്റേൺ ആണ്, ബാക്കിൽ കുറച്ച് ഇറങ്ങി കിടക്കും. ബട്ട് ഓവറോൾ നല്ല ഫിറ്റിംഗ് ആണ്. മൊത്തത്തിൽ ഒന്ന് ടോൺഡ് ആയ ഒരു ലുക്കാണ് ഈ ഷർട്ട് ഇടുമ്പോൾ. ആൻഡ് നേരിട്ട് കാണാനാണെങ്കിലും വെരി വൈബ്രൻറ്റ് ആൻഡ് വെരി ഗുഡ് ക്വാളിറ്റി. 500 റുപ്പീസിന് എന്തോ പ്രൈസ് ഉള്ളൂ. ആ പ്രൈസിന് ഐ വുഡ് സേ ഇതൊരു സ്റ്റീൽ ഡീൽ പോലെ തന്നെയാണ്. അടുത്തത് അഗൈൻ റുഹാൻസിൻ്റെ ഒരു ഓംബ്ര കളർ കോമ്പിനേഷനാണ്, യെല്ലോ ആൻഡ് വൈറ്റ്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡർ ഏരിയയിൽ ഇങ്ങനെ കട്ട് വർക്കാണ് വരുന്നത്. സോ അകത്ത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇന്നർ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അത് ബ്രാ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ബ്ലാക്ക് ഇന്നേഴ്സാണ് ഇട്ടിരിക്കുന്നത്. ദൂരം നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് കാണും. ബട്ട് ദാറ്റ്സ് ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഇന്നേഴ്സ് ഇടും എന്നുള്ളതാണ്, അത് കുഴപ്പമില്ല. ഇതിൻ്റെ സ്ലീവ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ഇത് മോസ്റ്റ്ലി ഒരു പ്യുവർ കോട്ടൺ പോലത്തെ മെറ്റീരിയലാണ്. അപ്പം ഇത് അത്രയും ഹെവി ഒരു മെറ്റീരിയൽ അല്ല, ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. എൻ്റെ കൂടെ വൈറ്റ് ബ്ലൂ ജീൻസ് ആൻഡ് വൈറ്റ് ഷർട്ട് എപ്പോഴും നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പം ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈവൻ ബ്ലാക്ക് ജീൻസ് വിൽ ബി ഗുഡ്, ബട്ട് ഐ ഫീൽ ബ്ലൂ ഇസ് ബെറ്റർ. ഫുട്വെയർ ആയിട്ട് ഞാൻ മാൻഹ്യൂസിൻ്റെ ഒരു ഫ്ലാറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ്, നോട്ട് ലൈക്ക് ഓൺ യുവർ ഫേസ് കൈൻഡ് ഓഫ് യെല്ലോ, കുറച്ചൊരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു യെല്ലോ. എൻ്റെ റെക്ടാങ്കുലർ കട്ടൊക്കെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. മാൻഹ്യൂസിൻ്റെ മൂന്നാമത്തെ പെയറാണ് എൻ്റെ. വെരി കംഫർട്ടബിൾ. ആൻഡ് ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ഈ കളർ കോമ്പിനേഷൻ ഓംബർ കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഫോർ കോട്ടൺ ഇറ്റ്സ് ലൈക്ക് ഗുഡ് ക്വാളിറ്റി. അടുത്ത ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ് വീണ്ടും, കാരണം ഇത് ഷർട്ട് വീഡിയോ ആയതുകൊണ്ട്. മെയ്സാടെ തന്നെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഷർട്ടാണ്. നോർമലി ഞാൻ കുറച്ച് കറക്റ്റ് ഓൾട്രേഷനൊക്കെ ചെയ്താണ് ഷർട്ട്സ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഇതിന് ലൂസ് ഫിറ്റ് എനിക്ക് ഇഷ്ടമാണ്, കാരണം തടി തോന്നിക്കുന്ന രീതിയിലുള്ള ലൂസ് ഫിറ്റ് അല്ല, എന്നാൽ കംഫർട്ടബിൾ ലൂസ് ഫിറ്റാണ്. ഞാൻ ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയാണ് ആദ്യം ഇത് ട്രൈ ചെയ്തത്. പക്ഷേ പിന്നെ ഞാൻ ആഡ്ബക്സിൻ്റെ ക്രീം കളർ ഒരു സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസ് വാങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹൈക്കൊള്ളാം, ക്രീമിൻ്റെ കൂടെ ഇട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി. ബാക്കൊക്കെ നല്ല ലൂസാണ്, അപ്പം നമുക്കിപ്പം അത്ര സ്വെറ്റി ആയിട്ടോ അങ്ങനെയൊന്നും നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യത്തില്ല. ബ്ലാക്ക് ഇന്നേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ട്രാൻസ്പെറൻറ്റും ആയിരിക്കത്തില്ല. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് ഓവറോൾ. ബട്ട് ബ്ലാക്ക് ഇട്ടാലും നല്ലൊരു കോൺട്രാസ്റ്റ് ലുക്കാണ്. ഫുട്വെയർ ആയിട്ട് ഞാൻ മാൻഹ്യൂസിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഗൈൻ മൈസ ബ്രാൻഡിൻ്റെ സൈസ് എപ്പോഴും ഒരു സൈസ് ഡൗൺ എടുക്കുക. ഇത് ആക്ച്വലി ഒരു 3/4 ഫുൾ ലെങ്ത് സ്ലീവ് വരുന്ന രീതിയിലാണ്, പക്ഷേ ഞാനത് മടക്കി എനിക്ക് ഹാഫ് സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് ആ ലുക്കാണ് കൂടുതൽ ഇഷ്ടം. ലാസ്റ്റ് മാക്സിൻ്റെ ഒരു ഷർട്ട്, ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെരി ക്യൂട്ട് കളർ ഷർട്ട്, ഒരു നല്ല ടീൽ ബ്ലൂ ആൻഡ് മറ്റേ ഷിഫ്ലി അതേ പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഇതൊരു പോളി റയോൺ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ്. കൈ ഇങ്ങനെ ചെറുതായിട്ട് ഇലാസ്റ്റിക് വരുന്ന പോലെ. ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇതിൻ്റെ ഫിറ്റിംഗ്. ഇറ്റ് ഇസ് സോ ഗുഡ്, അതായത് ടൈറ്റ് അല്ല, എന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ ഫിഗർ ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന രീതിയിലത്തുള്ളൊരു ഫിറ്റാണ്. ബ്ലൂ ആയതുകൊണ്ട് തന്നെ ജീൻസിന് നമുക്ക് ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഡാർക്ക് ബ്ലൂ, ഞാനിവിടെ ഒരു ഡാർക്ക് ബ്ലൂ ഒരു ജഗ്ഗിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ ജീൻസും ഈവൻ ബ്ലാക്കും ഇതിൻ്റെ കൂടെ നന്നായിരിക്കും. വളരെ ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്, വെരി കംഫർട്ടബിൾ. ഞാനിത് പുറത്തേക്ക് ഇടാറുണ്ട്. എൻ്റെ സ്ലീവ് ഇസ് ഓൾസോ വെരി നൈസ് ഫോർ ദ പ്രൈസ് ആൻഡ് ദ ക്വാളിറ്റി ഈസ് റിയലി അമേസിംഗ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഫുൾ ടോപ്സ്, എൻ്റെ ജീൻസ്, ബാഗ്സ്, സ്റ്റൈലിംഗ്, ഫുട്വെയർ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. ആൻഡിൽ ദെൻ ടേക്ക് കെയർ, ബൈ.